ഗൈസ്, നിങ്ങളുടെ ബർത്ത്ഡേ വെച്ച് നിങ്ങളുടെ മുഖം എങ്ങനെയുള്ള എക്സ്പ്രഷൻ ആണ് നമുക്ക് നോക്കിയാലോ. നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ ബർത്ത്ഡേ വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നിങ്ങളുടെ ബർത്ത്ഡേ വെച്ച് നിങ്ങളുടെ മുഖം എങ്ങനെയുള്ള എക്സ്പ്രഷൻ ആണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഒരു ഫൺ ടെസ്റ്റിംഗ് ആണ്, ജസ്റ്റ് എ ഫണ്ണാണ്. ഓക്കെ, ഞാൻ ഇവിടെ കുറേ ബർത്ത്ഡേ മന്ത് കൊടുത്തേക്കുന്നുണ്ടോ, കുറേ ബർത്ത്ഡേ മന്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് ലോക്ക് ചെയ്യുക. നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് ഇതിനകത്ത് ഏതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് ലോക്ക് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ലോക്ക് ചെയ്തോ, ലൈക്ക് ചെയ്ത് ലോക്ക് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ജൂലൈ മന്തിൽ ജനിച്ച ആൾക്കാരുടെ ഫേസ് എന്ന് പറയുമ്പോൾ ഭയങ്കര കാമായിരിക്കും, ഭയങ്കര പാവപ്പെട്ട ഫേസ് ആയിരിക്കും ഓരോ. അതുപോലെ തന്നെ അവർ ഭയങ്കര ബോൾഡ് ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ബോൾഡ്നെസ്സും കാര്യങ്ങളും ഓർക്കും, എന്തെങ്കിലും കുറച്ച് തൻ്റെ ഇടങ്ങളും കാര്യങ്ങളും ഓർക്ക് ഉണ്ടാകും. എന്നാലും ഫേസ് ഭയങ്കര കാമായിരിക്കും. ഓക്കെ, പാവപ്പെട്ടവരെ പോലെ ഇരിക്കും. ഓക്കെ, ഓഗസ്റ്റ് ജനിച്ച ആൾക്കാർ ഭയങ്കര ബോൾഡ് ഫേസ് ആയിരിക്കും. അതുപോലെ അവർക്ക് ഭയങ്കര ലീഡർഷിപ്പ് ആയിരിക്കും. എല്ലാവർക്കും ഭയങ്കര ഇപ്പോൾ ലീഡർ ആകണം, അല്ലെങ്കിൽ ഭയങ്കര നയിക്കുക, ആൾക്കാരെ നയിക്കുക, എല്ലാത്തിനും മുന്നിൽ നിൽക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഫേസ് ആയിരിക്കും അവരുടെ. സെപ്റ്റംബർ ജനിച്ച ആൾക്കാരുടെ ഫേസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. എന്ത് നടന്നാലും, ഏത് കാര്യം നടന്നാലും, ഇപ്പോൾ അപ്പുറത്ത് എന്തെങ്കിലും നടന്ന് ഇപ്പുറത്ത് എന്തെങ്കിലും നടന്ന് എന്ത് നടന്നാലും നമ്മുടെ മുഖം അവിടെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, ഒക്ടോബർ ജനിച്ച ആൾക്കാരുടെ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ്, എല്ലാ കാര്യങ്ങളും, ചീത്ത കാര്യങ്ങളായാലും നല്ല കാര്യങ്ങളായാലും അതിൽ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യും. ആരുടെ സഹായം ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ രീതിയിലൊരു ഫേസ് ആയിരിക്കും ഒക്ടോബർ ജനിച്ച ആൾക്കാർ. ഓക്കെ, ഇത് ഏതൊരുതാണ് നമുക്ക് കറക്റ്റാണെന്ന് അറിയത്തില്ല, എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചിലപ്പോൾ പറയുന്നത് ശരിയാണെങ്കിലോ അത് കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അടുത്തത് നവംബർ ജനിച്ച ആൾക്കാരുടെ ഫേസിൽ എന്തോ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ അവരാരോടും പുറത്തായിട്ട് പറയുകയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ ഫേസിൻ്റെ ഉള്ളിലിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുമില്ല. ഓക്കെ, അതാണ് നവംബറിൽ ജനിച്ച ആൾക്കാർ. ഡിസംബറിൽ ജനിച്ച ആൾക്കാരുടെ ഫേസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര ചില്ലായിരിക്കും. അവരുടെ മുഖം എപ്പോഴും സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ചിൽ എന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് ഇതിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കാണുന്നൊരു റിലേറ്റബിൾ വീഡിയോ കാണുന്നുണ്ടോ, അമീർ ഷോസിൻ്റെ അടിയിൽ കാണുന്ന റിലേറ്റബിൾ വീഡിയോ കാണുന്നുണ്ടോ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ജൂൺ വരെയുള്ള ആൾക്കാരുടെ അടിയിൽ കാണുന്ന ആ പ്ലേ ബട്ടൺ കണ്ടോ, ആ റിലേറ്റബിൾ വീഡിയോയിൽ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് വെച്ചുള്ള പേഴ്സണാലിറ്റി, ഫേസ് വെച്ചുള്ള പേഴ്സണാലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ വീണ്ടും സന്ധിക്കുക. വണക്കം. അടി കാണുന്ന റിലേറ്റബിൾ വീഡിയോ ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ മന്തിൻ്റെ അനുസരിച്ചുള്ള പേഴ്സണാലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും സന്ധിക്കുക വരെ വണക്കം.